അഥ തത്ര സമാഗതേർദ്വിജേന്ദ്രേർ അഭിഷിക്തേന സുതേന വേദമന്ത്രേ മുമുദേ ഭവതാ വ്രജേശ്വര സ്വൈരിക സൗഖ്യം ദിശ കൃഷ്ണ ഭക്തിധന്യം. പിന്നീട് അവിടെ വന്നെത്തിയിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ വേദമന്ത്രങ്ങൾ കൊണ്ട് അഭിഷിക്തനായ പുത്രനായ അങ്ങയോടൊപ്പം സ്വന്തക്കാരോടുകൂടി ആ നന്ദഗോപർ സന്തോഷിച്ചു. ഹേ കൃഷ്ണ, അടിയന് ഭക്തിധന്യമായ ഐഹിക സൗഖ്യം നൽകണമേ. ദുർഗ്രഹങ്ങൾ ബാധിച്ചതായിരിക്കുമോ എന്ന് ഭയന്ന യശോദയും നന്ദഗോപരും ആവശ്യപ്പെട്ടതനുസരിച്ച് ബ്രാഹ്മണർ മന്ത്രം ജപിച്ച് പരിഹാരം ചെയ്യുകയും ഉണ്ണിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. അസൂയ, അസത്യകഥനം, അഹങ്കാരം, മുൻകോപം, ഹിംസ തുടങ്ങിയ ദോഷങ്ങളില്ലാത്ത അവരുടെ ആശീർവാദങ്ങൾ ഒരിക്കലും വിഫലമാവുകയില്ല. പിന്നെ സ്വന്തക്കാരോടൊപ്പം ഉണ്ണിയെ ലാളിച്ചുകൊണ്ട് നന്ദഗോപരും യശോദയും ആനന്ദമനുഭവിച്ചു. അപ്രകാരമുള്ള കൃഷ്ണ, അടിയന് ഭക്തിയും ഭൗതിക ജീവിത സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ പ്രസാദിച്ച് സകല സൗഖ്യവും അരുളുന്നു. 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 7-ാം അധ്യായത്തിലെ ശകടാസുര വധവുമാണ് ഇവിടെ സംഗ്രഹിച്ചത്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.